അതായിരുന്നു എനിക്കുള്ള ഏറ്റവും വലിയ ലെസൺ. ബിഗസ്റ്റ് ലെസൺ ഐ ലേൺഡ് വൈൽ ഗ്രോയിങ് മൈ കമ്പനി. ഈ ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാവരും അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഒരു കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടോക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് മിക്കവാറും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ സാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സാറിന്റെ ജീവിതത്തിൽ പഠിച്ചുള്ള ഒരു കാര്യം എന്താണ്? ആസ് എൻ എംപ്ലോയി വന്ന് ഞാൻ ഒരു ടെക്നോളജിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു എന്റർപ്രണർ ആവുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ. ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരുപാട് ഫീച്ചർ ഡെവലപ്പ് ചെയ്യണം, കസ്റ്റമറിനെ ഇങ്ങനെ ഹാപ്പി ആക്കാം, അതായിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് അതൊരു വലിയൊരു സാധനമായി മാറുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിനകത്ത് വരുന്നൊരു പ്രോബ്ലം ഉണ്ട്, സ്കിൽ ഗ്യാപ്പിലെ ടെക്നിക്കൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു സാധനം കയറി വരും. ഓക്കെ, അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറെ ഡിപ്പെൻഡഡ് ആവും പല കാര്യങ്ങളും. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിൽ ഡിപ്പെൻഡഡ് ആവും. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ടെക്നിക്കൽ ഡെപ്ത്. ടീമിന്റെ ടെക്നിക്കൽ ഡെപ്ത് ആയിരിക്കും എപ്പോഴും ഒരു കമ്പനിക്കുള്ള ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യാം. കാരണം ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടർ ഉണ്ടാക്കുന്ന ഒരു ഐഡിയോ ഇല്ല ഫൗണ്ടറുടെ വിഷൻ മാത്രം വെച്ചിട്ട് കമ്പനി ഗ്രോ ആവില്ല. നിങ്ങൾ താഴത്ത് വർക്ക് ചെയ്യുന്ന റിയൽ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എത്രത്തോളം സ്കിൽ ആവുന്നു, ദാറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഇറ്റ് ഔട്ട്, റൈറ്റ്? അപ്പോൾ അതായിരുന്നു എനിക്കുള്ള ഏറ്റവും വലിയ ലെസൺ. അതായത് നമ്മൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഏത് രീതിയിൽ അപ്സ്കിൽ ചെയ്യണമെന്ന് വീൽ ഹാവ് ടു ടീച്ച് ഫസ്റ്റ്. We'll have to literally show that, okay, fine, you need to grow along with the technology, then only we can build it faster and we can do this. So that was the first